എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു കൊറിയൻ ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കൊറിയൻ ഏഷ്യൻ കൾച്ചർ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് സ്റ്റഡീസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ പേരൻസ് എപ്പോഴും അവരെ പ്രഷറൈസ് ചെയ്യാറുണ്ട് സ്റ്റഡീസിന് വേണ്ടി. എന്നാൽ ഇവൻ്റെ അമ്മയാണെങ്കിൽ വളരെ എക്സ്ട്രീമായിട്ട് ഇവനെ പ്രഷർ ചെയ്യുകയാണ് മെഡിക്കൽ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയധികം പ്രഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവനെ മര്യാദയ്ക്ക് ഉറങ്ങാൻ സമ്മതിക്കുകയോ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കുകയോ ഒന്നും ചെയ്യാറില്ല. എപ്പോഴും സ്റ്റഡീസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ അമ്മ ഒരുപാട് ഫോഴ്സ് ചെയ്യാറുണ്ട്. അതുപോലെ വേരിഫൈഡ് അല്ലാത്ത ബ്രെയിൻ ബൂസ്റ്റേഴ്സൊക്കെ അവന് കൊടുക്കുന്നുണ്ട് പഠിത്തത്തിന് വേണ്ടിയിട്ട്. അത് കാരണം അവന് ഒരുപാട് സൈക്കോളജിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടാവുകയാണ്. എക്സാം ടൈമിൻ്റെ അന്ന് അവന് വല്ലാത്ത രീതിയിൽ പ്രഷർ കയറുകയും അവൻ്റെ നോസിൽ നിന്നൊക്കെ ബ്ലീഡിങ് വരികയും ചെയ്യുകയാണ്. പെട്ടെന്ന് ഇവൻ അവിടെ ഓടി വരികയും അവൻ്റെ നോസിലുള്ള ബ്ലീഡിങ് തടയും അവനെ റെസ്റ്റ് റൂമിൽ കൊണ്ടുപോയി റെസ്റ്റ് എടുക്കാൻ അനുവദിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ അവൻ്റെ അമ്മ അവിടെയും വന്ന് അവനെ ഫോഴ്സ് ചെയ്യാണ് എക്സാം എഴുതാനായിട്ട്. അവന് ഒട്ടും വയ്യാതിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അവൻ്റെ അമ്മ അതൊന്നും കാര്യമാക്കാതെ വീണ്ടും ആ ബൂസ്റ്റർ കൊടുത്തിട്ട് അവനെ എക്സാം എഴുതാൻ വേണ്ടി ഫോഴ്സ് ചെയ്ത് വിടുകയാണ്. അവൻ എക്സാം എഴുതുന്നുണ്ടെങ്കിലും അവൻ്റെ സ്ട്രെസ്സും പ്രഷറൊക്കെ ഒരുപാട് കൂടുകയും അവൻ വല്ലാതെ വയലൻ്റ് ആവുകയും അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ഒരവസ്ഥ വരെയാണ്. ഹോസ്പിറ്റലിൽ വെച്ചും അവൻ വല്ലാതെ വയലൻ്റ് ആവുന്നുണ്ട്. അവൻ സ്വയം പരിക്കുകൾ ഏൽപ്പിക്കുകയും കണ്ണാടിയിൽ തല കൊണ്ടിടിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അവിടെ വന്നിരുന്ന എക്സാം ഓഫീസർ ഇവന് കൂട്ടിന് വന്നിരുന്ന എക്സാം ഓഫീസർ അവനെ തടയുകയും അവരെ എല്ലാവരും കൂടെ ചേർന്ന് അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും അവന് വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് ഈ സൈക്കോളജിക്കൽ ഇഷ്യൂ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പതുക്കെ പതുക്കെ അവൻ ആ ഇഷ്യൂ നിന്നൊക്കെ ഓവർകം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവൻ ആ ബൂസ്റ്റർ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവൻ പതുക്കെ പതുക്കെ ട്രീറ്റ്മെൻറ്റിലൂടെ അവൻ തരണം ചെയ്യുകയാണ്. ആ സമയത്ത് അവൻ്റെ അമ്മ അവിടെ വന്ന് അവന് എക്സാം എഴുതാൻ വേണ്ടിയിട്ടും നീ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുമാണ് നിർബന്ധിക്കുന്നത്. അത്രയധികം ടോക്സിക് ആയിട്ടുള്ള ഒരാളാണ് അവൻ്റെ അമ്മ. അവൻ്റെ അമ്മ അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്ന അവരുടെ ലൈഫ് മുഴുവനും ഇവന് വേണ്ടിയിട്ടാണ് സാക്രിഫൈസ് ചെയ്തത്. ഇവൻ്റെ പഠിത്തത്തിന് വേണ്ടി അവരുടെ സന്തോഷങ്ങളുമെല്ലാം വേണ്ടാന്ന് വെച്ച് അവർ സാക്രിഫൈസ് ചെയ്തു. അതിന് വേണ്ടി നീ എനിക്ക് തിരിച്ചു തരണം, നീ പഠിച്ച് നല്ലൊരു അഡ്മിഷൻ എടുക്കണം എന്നൊക്കെയാണ് അവൻ്റെ അമ്മ പറയുന്നത്. അവന് പിന്നീട് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. അവൻ അവൻ്റെ അമ്മയുടെ അടുത്ത് പറയാണ്, ഈ വർഷം എനിക്ക് എന്തായാലും എക്സാം എഴുതാൻ കഴിയില്ല. അമ്മ ഇനി മുതൽ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കണം. ഞാൻ അടുത്ത വർഷം എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ എക്സാം എഴുതും. ഈ വർഷം എനിക്ക് എന്തായാലും പറ്റില്ല, ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോവാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അവൻ അവൻ്റെ അമ്മയുടെ പ്രഷറൊക്കെ ഓവർകം ചെയ്ത് അവന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് അവൻ എടുക്കുകയാണ്. നമ്മൾ പേരൻസ് എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മളെ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തും കൂടെ ഓക്കെ ആണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അവരെ ഒരുപാട് പ്രഷറൈസ് ചെയ്യാതിരിക്കുക. അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.